മോനെ അത് നോക്കി. അമ്മ, അതിന്റെ ഉള്ളിൽ ആരാ? അതിലേ കുറച്ചു മാലാഖമാരാ കണ്ണാ. നമ്മുടെയൊക്കെ ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടപ്പാച്ചില്ല അവര്. പ്രതീക്ഷയ്ക്ക് ചിറകുകളുണ്ടെന്ന് തെളിയിച്ച നാടാണിത്. ആരും ഇവിടെ ഒറ്റയ്ക്കല്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള, ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള നമ്മുടെ കേരളം ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നത് വെറുതെയല്ല. കാലങ്ങൾ കൊണ്ടെഴുതിയ കരുതലിന്റെ കഥയാണിത്. ആ കാലം നമ്മൾ ആരും മറക്കില്ല. ഭയത്തിന്റെ നാളുകൾ. പക്ഷേ ലിനി പുതുശ്ശേരി എന്ന ധീരവനിതയുടെ ത്യാഗം നമ്മളെ തളർത്തുകയല്ല, ഉണർത്തുകയാണ് ചെയ്തത്. ആ ഭയത്തിൽ നിന്നാണ് കരുതൽ എന്ന ആശയം കൂടുതൽ ശക്തമായത്. അതുകൊണ്ടാണ് മുൻ മാതൃകകളില്ലാതിരുന്നിട്ടും ആദ്യ രോഗിയെ തന്നെ കണ്ടെത്തി ലോകത്തിന് വെളിച്ചം കാണിക്കാൻ നമുക്കായത്. ആവശ്യമായ ജാഗ്രതാ നടപടികളൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായുള്ള ചില കരുതൽ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് സജ്ജമായിരിക്കുന്നത്. അന്ന് നമ്മൾ ഒറ്റയ്ക്കായിരുന്നില്ല. 2.5 ലക്ഷം കമ്മ്യൂണിറ്റി വോളണ്ടിയർമാരെ അണിനിരത്തി നമ്മളൊരു പ്രതിരോധ സേനയെ തീർത്തു. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ കോവിഡ് ദിനങ്ങളിലും കേരളം ലോകത്തെ പഠിപ്പിച്ചത് അതിജീവനത്തിന്റെ പാഠമായിരുന്നു. ആശുപത്രികൾക്ക് ഇപ്പോൾ സ്നേഹത്തിന്റെ മുഖമാണ്. വെറും കെട്ടിടങ്ങൾ മാത്രമല്ല മാറിയത്. 886-ലധികം ആശുപത്രികൾ ഹൈടെക്കായി മാറി. സമൂഹത്തിൽ രോഗാതുരത കുറയ്ക്കുന്നതിനും എല്ലാവർക്കും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി ആരംഭിച്ച 5415 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ. നവീന സൗകര്യങ്ങളും മികച്ച ഡോക്ടർമാരുടെ സേവനവും ഉറപ്പാക്കി സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡെന്റൽ യൂണിറ്റുകൾ. ഓരോ ജീവനുകളെയും ചേർത്തുപിടിക്കാനായി 93 നഗരപ്രദേശങ്ങളിലായി 356 നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങളും യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു. പണ്ടൊക്കെ OP ടിക്കറ്റ് എടുക്കാൻ മണിക്കൂറുകളോളം വെയിലത്ത് കാത്തു നിൽക്കണമായിരുന്നു. ഇന്നിപ്പോ ലാബുണ്ട്, മരുന്നുണ്ട്, ഡോക്ടറെ കാണാൻ തിരക്കില്ല. വീട്ടിലിരുന്ന് പോലും അപ്പോയിന്റ്മെന്റ് എടുക്കാം. പണ്ട് ഉച്ച കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകണമായിരുന്നു. ഇന്നത് വേണ്ട. ഇ ഹെൽത്ത് വന്നതോടെ 1000-ലധികം ആശുപത്രികൾ തമ്മിൽ ബന്ധിപ്പിച്ചു. 1.5 കോടി ജനങ്ങളുടെ വിവരങ്ങൾ ഇപ്പോൾ ഭദ്രമാണ്. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ ചികിത്സാ ചരിത്രം കൂടെയുണ്ടാകും. അതാണ് പുതിയ കേരളം. ഒരു കാലത്ത് ആശുപത്രികളുടെ മുന്നിൽ കൂണുകൾ പോലെ മുളച്ചുവന്ന കൊള്ളപ്പലിശ സ്ഥാപനങ്ങൾ മിക്കതും ഇന്ന് ഓർമ്മകൾ മാത്രമായി കഴിഞ്ഞു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴി 42 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്കാണ് വർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്നത്. ഇതിനോടകം 8000 കോടിയിലധികം രൂപ സർക്കാർ ഇതിനായി ചെലവഴിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വീട്ടിൽ തന്നെ ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് 14 ജില്ലകളിലും ആരംഭിച്ചു. അതും സൗജന്യമായി തന്നെ. റോബോട്ടിക് സർജറിയൊക്കെ സിനിമയിൽ മാത്രം കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. എന്നാൽ ഇന്നത് നമ്മുടെ RCCയിലും യാഥാർത്ഥ്യമായി കഴിഞ്ഞു. സർക്കാർ മേഖലയിൽ ഇതാദ്യമായാണ് ഇങ്ങനൊരു സംവിധാനം ഇന്ത്യയിൽ വരുന്നത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഈ അദ്ഭുത ചികിത്സ ഇന്ന് സാധാരണക്കാരന്റെ അവകാശമായി മാറിക്കഴിഞ്ഞു. മരണത്തിനും ജീവിതത്തിനുമിടയിൽ ഇനി ദൂരവും സമയവും നമുക്കൊരു പ്രശ്നമാകില്ല.
ജില്ലാ തലത്തിൽ വരെ കാത്ത് ലാബുകൾ കൊണ്ടുവന്ന് ഹൃദയ സംരക്ഷണത്തിന് നമ്മൾ വലിയൊരു സ്നേഹമതിൽ തന്നെ കെട്ടി. കൈത്തണ്ടയിലൂടെയോ ഞരമ്പിലൂടെയോ നേർത്ത കത്തീറ്ററുകൾ കടത്തിവിട്ട് വെറും മിനിറ്റുകൾക്കുള്ളിൽ തടസ്സങ്ങൾ കണ്ടെത്താം. ഹൃദയാഘാതമുണ്ടായാൽ ഉടനടി രക്തയോട്ടം പുനഃസ്ഥാപിക്കാൻ ഇതിലൂടെ കഴിയും. വലിയ മുറിവുകളില്ലാത്തതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാം. അതെ, നമ്മുടെ ഹൃദയമിടിപ്പിന് കാവലായി അത്യാധുനിക ചികിത്സ ഇപ്പോൾ നമ്മുടെ തൊട്ടരികിലുണ്ട്. ഒപ്പം രാജ്യത്താദ്യമായി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ന്യൂറോ കാത്ത് ലാബ് ഉൾപ്പെട്ട സമഗ്ര സ്ട്രോക്ക് യൂണിറ്റ് ആരംഭിക്കാനും നമുക്ക് കഴിഞ്ഞു. നമ്മളോടൊപ്പം ഓടിച്ചാടി നടന്നിരുന്ന പ്രിയപ്പെട്ടവർ പെട്ടെന്നൊരു ദിവസം ചലനശേഷി നഷ്ടപ്പെട്ട് ഒരിടത്തൊതുങ്ങുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാനേ മുൻപ് നമുക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് കാലം മാറുകയാണ്. ആരോഗ്യമേഖലയിൽ നിർമ്മിത ബുദ്ധി അഥവാ AI നൽകുന്ന സാധ്യതകൾ അനന്തമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് G-Gator. രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ ഈ റോബോട്ടിക് സംവിധാനം എത്തിച്ചതും നമ്മുടെ കേരളമാണ്, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ചലനശേഷി വീണ്ടെടുക്കാൻ ഇനി ഈ സാങ്കേതിക വിദ്യ നമ്മോടൊപ്പം നടക്കും. കുറഞ്ഞ ചെലവിലുള്ള നല്ല ചികിത്സ ഓരോ മനുഷ്യന്റെയും അവകാശവും സർക്കാരിന്റെ കടമയുമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. രാജ്യത്തിന്റെ അവയവമാറ്റ ചരിത്രത്തിലാദ്യമായി ഒരു ജില്ലാതല സർക്കാർ ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു. നമ്മുടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ 1/2 കോടി രൂപ ചെലവഴിച്ച് നമ്മൾ ഒരുക്കിയത് അത്യാധുനിക സംവിധാനങ്ങളാണ്. അവയവമാറ്റ ശസ്ത്രക്രിയ പോലും സാധാരണക്കാരന് പ്രാപ്യമാകുമ്പോൾ അഭിമാനിക്കാം, ഈ നേട്ടം നമുക്ക് സ്വന്തം. സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു ഒരു കാലത്ത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. എന്നാൽ ആ വലിയ കടമ്പയും നമ്മൾ കടന്നിരിക്കുന്നു. ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഈ ചികിത്സ ഇന്ന് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ യാഥാർത്ഥ്യമായി. 2022 ഫെബ്രുവരി മാസത്തിലാണ് സർക്കാർ മേഖലയിൽ കേരളത്തിൽ ആദ്യമായി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആരംഭിച്ചത്. സൗജന്യമായി വിജയകരമായി ഇതിനു മുൻപുള്ള 3 ശസ്ത്രക്രിയകളും ലിവർ ട്രാൻസ്പ്ലാന്റേഷനും കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നു. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും നമ്മൾ നടപ്പിലാക്കി. നിമിഷങ്ങൾ വിധിയെഴുതുമ്പോൾ നമ്മൾ കണ്ടത് വെറുമൊരു സിനിമയായിരുന്നില്ല, റീടേക്കുകളില്ലാത്ത ദൌത്യം. ആദ്യമായി നമ്മുടെ ആകാശത്ത് ഒരു എയർ ആംബുലൻസ് പ്രതീക്ഷയുടെ ചിറക് വിരിച്ചു. താഴെ സൈറൺ മുഴങ്ങിയപ്പോൾ ഒരു ജീവന്റെ വിലയറിഞ്ഞ് നമ്മൾ വഴിയൊരുക്കി. സമയം പോലും നമ്മുടെ കരുതലിന് മുന്നിൽ തോറ്റുപോയി. സംസ്ഥാനത്ത് അവയവദാനത്തിൽ പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ ബേബി ആലിൻ എന്ന കൊച്ചുമാലാഖ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ തന്റെ കുഞ്ഞി ചിറകുകൾ വിടർത്തി ചിരിക്കുകയാണ്. ഒരു വിടപറയലിൽ നിന്ന് നിരവധി പുതുജീവനുകളിലേക്ക്. ജീവിതശൈലീ രോഗങ്ങളെ ഇനി ഭയക്കേണ്ട. അത് നേരത്തെ കണ്ടെത്താനായാണ് നമ്മുടെ സ്വന്തം ശൈലി ആപ്പ്. വീടുകളിലെത്തുന്ന ആശാപ്രവർത്തകരുടെ കരുതലിലൂടെ 1 കോടിയിലധികം പേരെ ഇതിനകം പരിശോധിച്ചു. രോഗം വരുന്നതിന് മുൻപേ തന്നെ തടയാൻ നമ്മൾ ഒരുക്കിയ ഉറച്ച കാവൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നതാണ് ലോകം നാളെ സ്വപ്നം കാണാൻ തുടങ്ങുന്നത്. പാലിയേറ്റീവ് കെയർ രംഗത്ത്
കേരളം വിജയകരമാക്കിയ മാതൃകയെ ലോകാരോഗ്യ സംഘടന അഭിനന്ദിച്ചത് വെറുതെയല്ല. മരുന്നുകൾക്കും അപ്പുറം 4 ചുവരുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ടുപോയവർക്ക് നമ്മൾ നൽകിയത് സാന്ത്വനത്തിന്റെ ഒരു സ്പർശമാണ്. വേദനിക്കുന്നവർക്ക് കൂട്ടിരിക്കാൻ, അവരുടെ കണ്ണീരൊപ്പാൻ, അവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ എന്നും മുന്നിലുണ്ടാവും. ഒരു കാലത്ത് നമ്മുടെ ആരോഗ്യ ഭൂപടത്തിന്റെ അരികിൽ മാത്രമായിരുന്നു ഉത്തര കേരളം. എന്നാൽ ഇന്ന് കഥ മാറി. ഏറ്റവും നൂതനമായ ചികിത്സാ സംവിധാനങ്ങളുമായി മലബാർ തലയുയർത്തി നിൽക്കുന്നു. മലബാർ ക്യാൻസർ സെന്റർ ഇന്ന് വെറുമൊരു ആശുപത്രിയല്ല, ലോകോത്തര നിലവാരമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസസ് ആൻഡ് റിസർച്ചായി നമ്മൾ അതിനെ ഉയർത്തി. കിഫ്ബി വഴി 562.25 കോടി രൂപയുടെ കരുതലാണ് നമ്മൾ ഇതിനായി ഉപയോഗിച്ചത്. അതെ, ചികിത്സയുടെ കാര്യത്തിൽ ഇനി വടക്കെന്നോ തെക്കെന്നോ വ്യത്യാസമില്ല. വികസനത്തിൽ നമുക്ക് അതിരുകളില്ല. ക്യാൻസർ രോഗം നിയന്ത്രിക്കുന്നതിനും ക്യാൻസർ രോഗികൾക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സകളും മരുന്നുകളും ലഭ്യമാക്കുന്നതിനും ഉതകുന്ന നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണ്. ക്യാൻസർ രോഗബാധിതരായവർക്ക് പൊതുവിപണിയിൽ ലഭിക്കുന്നതിനെ അപേക്ഷിച്ച് പരമാവധി വിലക്കുറവിൽ കാരുണ്യ ഫാർമസികളിൽ നിന്ന് മരുന്നുകൾ ലഭ്യമാക്കുന്ന സീറോ പ്രോഫിറ്റ് ക്യാൻസർ കൗണ്ടറുകൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിരുന്നു. ഗർഭാശയ ക്യാൻസർ കണ്ടെത്താൻ RCC വികസിപ്പിച്ച സർവീസ് സ്കാൻ, മാമോഗ്രാം, ബയോപ്സി, പാപ്സ്മിയർ, അങ്ങനെ രോഗനിർണയത്തിനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ ഉറപ്പുവരുത്തി. അതിനൊപ്പം നമ്മുടെ വരും തലമുറയെ സംരക്ഷിക്കാൻ +1, +2 പെൺകുട്ടികൾക്ക് സെർവിക്കൽ ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിനേഷനും നമ്മൾ ഉറപ്പാക്കുന്നു. കരുതലോടെ ഒന്നിച്ചു നിന്ന് ഈ രോഗത്തെ നമ്മൾ തുടച്ചു നീക്കുക തന്നെ ചെയ്യും. വർഷത്തിൽ ഒരു തവണയെങ്കിലും ക്യാൻസർ രോഗ പരിശോധനയ്ക്ക്, സ്ക്രീനിങ്ങിന് നമുക്ക് വിധേയമാകാം. സംസ്ഥാന സർക്കാർ എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി, പൊതുജന പങ്കാളിത്തത്തോടുകൂടി ഒരു വലിയ ക്യാമ്പയിന് തുടക്കമിടുകയാണ്. ഒരു പക്ഷേ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ഇതിനു മുൻപ് മറ്റൊരിടത്ത് നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ആ നിലയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ നടത്തുന്നത്. ക്യാൻസർ രോഗ പ്രതിരോധത്തിൽ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പാക്കുന്നതിന് ഈ സ്ക്രീനിങ്ങിന് എല്ലാവരും വിധേയരാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരുമിച്ച് നമുക്ക് അണിചേരാം ക്യാൻസറിനെ പ്രതിരോധിക്കാൻ. കുഞ്ഞുങ്ങൾ നാളത്തെ പ്രതീക്ഷയാണ്. മുതിർന്നവർ ഇന്നലകളുടെ അനുഭവവും. അവരെ നമ്മൾ എങ്ങനെ ചേർത്ത് പിടിക്കുന്നു എന്നതിലാണ് ഒരു നാടിന്റെ യഥാർത്ഥ വികസനം. അവരുടെ ചിരി കെട്ടുപോകാതിരിക്കാൻ ഹൃദ്യം പദ്ധതിയുണ്ട്. 8817 കുഞ്ഞുങ്ങൾക്കാണ് ഇതിലൂടെ പുതുജീവൻ നൽകിയത്. അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും മരണനിരക്ക് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിച്ച് നമ്മളിന്ന് വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ്. അതെ, ഓരോ ഹൃദയമിടിപ്പിലും നമ്മുടെ കരുതൽ കേൾക്കാം. നമ്മളെ കൈപിടിച്ചു നടത്തിയവർ, ജീവിത സായാഹ്നത്തിൽ അവർ തളർന്നു പോകരുത്. അപൂർവ രോഗങ്ങൾ വന്നാൽ പോലും കൈവിടാതെ ചേർത്ത് പിടിക്കാൻ കെയർ പദ്ധതിയും നമ്മൾ സജ്ജമാക്കി. ഈ അമ്മമാരുടെ ചിരികളാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനമാക്കി നമ്മളെ മാറ്റിയത്. ഒപ്പം രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് പ്രത്യേകം ക്ലിനിക് തുടങ്ങാനും നമുക്ക് കഴിഞ്ഞു. നാളത്തെ കേരളത്തെ സുരക്ഷിതമാക്കാൻ പുതിയ തലമുറയെ നമ്മൾ സജ്ജരാക്കുകയാണ്. ഇതിനായി കണ്ണൂർ, ഇടുക്കി, കോന്നി, കൊല്ലം, വയനാട്, കാസർഗോഡ് എന്നീ 6 മെഡിക്കൽ കോളേജുകൾക്ക് അംഗീകാരം ലഭ്യമാക്കി. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകളും നഴ്സിംഗ് കോളേജുകളും എന്ന സ്വപ്നം നമ്മൾ യാഥാർത്ഥ്യമാക്കി. പഠിക്കാൻ അവസരമില്ലാതെ ഇനി ആരും പുറത്തുപോകേണ്ടതില്ല. സർക്കാർ മേഖലയിൽ മാത്രം 1130-ലധികം BSc നഴ്സിംഗ് സീറ്റുകളാണ് വർദ്ധിപ്പിച്ചത്. സർക്കാർ സ്വകാര്യ മേഖലകളിലായി 10,000-ലധികം സീറ്റുകൾ വേറെയും. പഠിച്ചിറങ്ങുന്നവർക്ക് തൊഴിലുറപ്പാക്കാൻ 10,300-ലധികം പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു. നല്ലൊരു നാളേക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപം അത് നമ്മുടെ ആരോഗ്യത്തിലാണ്. വികസനത്തിന് ധനലഭ്യത തടസ്സമാകരുത് എന്ന നിർബന്ധം നമുക്കുണ്ട്. അതുകൊണ്ടാണ് കിഫ്ബി വഴി മാത്രം 10,000 കോടിയിലധികം രൂപയുടെ വികസനം നമ്മൾ നടപ്പിലാക്കുന്നത്. ഇത് വെറും കണക്കുകളല്ല, പ്രിയപ്പെട്ടവർക്കായി നമ്മൾ ഒരുക്കുന്ന സ്നേഹ സമ്മാനങ്ങളാണ്. മെഡിക്കൽ കോളേജുകളിലെ 17 വലിയ പദ്ധതികൾക്കായി 3,200 കോടി രൂപയും, കോഴിക്കോട് ഒരുങ്ങുന്ന അത്യാധുനിക അവയവമാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിനായി
558 കോടി രൂപയും ചെലവഴിക്കുമ്പോൾ അവിടെ തളിർക്കുന്നത് ആയിരക്കണക്കിന് ജീവിതങ്ങളുടെ പ്രതീക്ഷയാണ്. ക്യാൻസർ ചികിത്സാ രംഗത്ത് വലിയൊരു വിപ്ലവമാണ് നടക്കുന്നത്. മലബാർ ക്യാൻസർ സെന്ററിന് 644 കോടിയും കൊച്ചിൻ ക്യാൻസർ സെന്ററിന് 384 കോടിയും അനുവദിച്ചു. തിരുവനന്തപുരം RCCയുടെ മുഖച്ഛായ മാറ്റുന്ന 14 നില മന്ദിരത്തിന് 187 കോടി രൂപയുടെ സംസ്ഥാന വിഹിതവും നമ്മൾ ഉറപ്പാക്കി. ഇതുകൊണ്ടും തീർന്നില്ല. നബാർഡ് സഹായത്തോടെ 31 ആശുപത്രികളിലും കോട്ടയം മെഡിക്കൽ കോളേജിലുമായി 482 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ വേറെയും പുരോഗമിക്കുന്നു. അതെ, ആരോഗ്യ മേഖലയോടുള്ള ഈ വലിയ കരുതലാണ് നല്ല നാളെയിലേക്കുള്ള നമ്മുടെ വലിയ നിക്ഷേപം. ശരീരത്തെ പോലെ തന്നെ മനസ്സിനെയും നമ്മൾ ചേർത്ത് പിടിച്ചു. തളർന്നു പോകുന്ന മനസ്സുകളെയും കൂടെ കൂട്ടി സമ്പൂർണ്ണ മാനസികാരോഗ്യ പദ്ധതികളിലൂടെ ആശ്വാസത്തിന്റെ പുതിയ വാതിലുകളാണ് നമ്മുടെ നാട് തുറന്നത്. രാജ്യത്തിന് തന്നെ മാതൃകയായി വൺ ഹെൽത്ത് പദ്ധതി നമ്മൾ യാഥാർത്ഥ്യമാക്കി. വിളർച്ചയില്ലാത്ത കേരളത്തിനായി വിവ ക്യാമ്പയിൻ ഓരോ വീട്ടിലേക്കും എത്തുമ്പോൾ അതൊരു നാടിന്റെ ആരോഗ്യത്തിനായുള്ള പുതിയ തുടക്കമായി മാറി. ജില്ലാ ആശുപത്രികൾ പോലും ഇന്ന് അത്യാധുനിക സൂപ്പർ സ്പെഷ്യാലിറ്റി നിലവാരത്തിലാണ്. നീതി ആയോഗിന്റെ റാങ്കിങ്ങിലും ഡെന്റൽ ചികിത്സാ രംഗത്തുമെല്ലാം രാജ്യം ഇന്ന് കേരളത്തെ ഉറ്റുനോക്കുന്നു. അംഗീകാരങ്ങളുടെ ഈ തിളക്കം നമ്മുടെ ഓരോരുത്തരുടെയും വിജയമാണ്, നാളെയുടെ പ്രതീക്ഷയാണ്. ഈ നേട്ടങ്ങൾ യാദൃശ്ചികമല്ല. ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന കൃത്യമായ കാഴ്ചപ്പാടിന്റെയും വിശ്രമമില്ലാത്ത അധ്വാനത്തിന്റെയും ഫലമാണിത്. നമ്മുടെ ആരോഗ്യ മേഖല ഇന്ന് ലോക നിലവാരത്തിലേക്ക് ചുവടുവെക്കുകയാണ്. രാജ്യത്തെ മികച്ച 8 ആശുപത്രികൾക്ക് മാത്രം ലഭിച്ച സെന്റർ ഓഫ് എക്സലൻസ് പദവി ഇന്ന് നമ്മുടെ മെഡിക്കൽ കോളേജ് എമർജൻസി മെഡിസിൻ വിഭാഗത്തിനുണ്ട്. കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും ആശ്രയമായ SAT ആശുപത്രി ഇന്ന് ആധുനിക ചികിത്സയുടെയും ഗവേഷണത്തിന്റെയും കേന്ദ്രമായി മാറി. ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല. തിരുവനന്തപുരം CDCയെ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ സെന്റർ ഓഫ് എക്സലൻസായി ഉയർത്തിയതോടെ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾക്ക് ലോകോത്തരമായ പരിചരണം ഉറപ്പാക്കാൻ നമുക്കായി. കരുതലോടെ കോർത്ത ഓരോ കണ്ണിയും ഇന്നൊരു വലിയ സുരക്ഷാ വലയമാണ്. ഈ അർപ്പണബോധത്തിനുള്ള അംഗീകാരങ്ങളാണ് നമ്മെ തേടിയെത്തിയത്. 309 സ്ഥാപനങ്ങൾക്ക് NQAS പദവിയും ലക്ഷ്യ, മുസ്കാൻ പുരസ്കാരങ്ങളും നേടിയെടുത്ത് കേരളം ദേശീയ തലത്തിൽ തിളങ്ങി നിൽക്കുന്നു. ഇതൊരു ചുവടുവയ്പ് മാത്രമല്ല, ഒരു നാടിന്റെ മുഴുവൻ ആത്മവിശ്വാസമുണ്ടതിൽ. മാറ്റങ്ങൾക്കെന്നും ആദ്യം ചുവടുവെച്ച ആരോഗ്യ കേരളം ഇനിയും മുന്നോട്ട് തന്നെ നടക്കും. സമൃദ്ധമായ, സുരക്ഷിതമായ ഒരു ഭാവിയെ തേടി. കൂടെ നടക്കാനൊരു നാടുള്ളപ്പോൾ ആ യാത്ര സുന്ദരമാണ്. ആ യാത്രയിൽ നമ്മൾ ഒന്നാണ്.